നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ബാബുവിൽ ബലാബലം. ബാബുവിനെതിരായ വിജിലൻസ് നടപടികളിൽ കലങ്ങി UDF. വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഘടകകക്ഷികൾക്കിടയിൽ ഭിന്നത. ഇക്കാര്യത്തിൽ KPCC നിലപാട് വ്യക്തമാക്കണമെന്ന് അഭിപ്രായം. എന്നാൽ 24-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം വിശദീകരണം നൽകാമെന്ന് സുധീരൻ. ബാബുവിന് നേരെയുള്ളത് രാഷ്ട്രീയ പകപോക്കലെന്ന് PP തങ്കച്ചൻ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ നേതാക്കൾ കൊള്ളരുതാത്തവരെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു. നിഷ്പക്ഷമായ അന്വേഷണത്തോട് എതിർപ്പില്ല. പകപോക്കലിനെ രാഷ്ട്രീയമായി നേരിടുമെന്നും UDF. സ്വത്ത് കേസിൽ അന്വേഷണം നടക്കട്ടെ എന്ന് ചെന്നിത്തല. പ്രതികാര നടപടി അനുവദിക്കില്ലെന്നും പ്രതികരണം. ബാബുവിനെ രാഷ്ട്രീയമായി സംരക്ഷിക്കണമെന്ന് MM ഹസൻ. അഴിമതിക്കെതിരെ ജനവികാരം നിലനിൽക്കെ ഇക്കാര്യം പാർട്ടി ചർച്ച ചെയ്യണമെന്ന് VD സതീശൻ. പ്രക്ഷോഭത്തിയിൽ കർണാടക. കാവേരി നദീജലം തമിഴ്നാടിന് വിട്ടു നൽകാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെതിരെ കർണാടകയിൽ വൻ പ്രതിഷേധം. ബംഗളൂരു മൈസൂർ ഹൈവേയിൽ വാഹന ഗതാഗതം നിലച്ചു. സംഘർഷ മേഖലയ്ക്ക് 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി. കുടിക്കാനും കാർഷിക ആവശ്യങ്ങൾക്കും മതിയായ വെള്ളമില്ലാതിരിക്കെ തമിഴ്നാടിന് നദീജലം നൽകാനാകില്ലെന്ന് കർഷകർ. കോടതി ഉത്തരവിനെതിരെ സർക്കാർ റിവ്യൂ ഹർജി നൽകണമെന്നും ആവശ്യം. അടുത്ത 10 ദിവസത്തേക്ക് തമിഴ്നാടിന് സുപ്രീം കോടതി അനുവദിച്ചത് 15,000 ഘനയടി വെള്ളം. അഴിമതിക്ക് കുടപിടിച്ച്. മുൻ മന്ത്രിമാർക്കെതിരായ വിജിലൻസ് അന്വേഷണങ്ങൾ ഉദ്യോഗസ്ഥ ലോബി അട്ടിമറിച്ചതായി കണ്ടെത്തൽ. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ ഇറക്കിയ അന്വേഷണ ഉത്തരവ് എറണാകുളം വിജിലൻസ് SP ആയിരിക്കെ R നിശാന്തിനി പൂഴ്ത്തി. ഇതുമായി ബന്ധപ്പെട്ട് IPS ഉദ്യോഗസ്ഥയ്ക്കെതിരെയും അന്വേഷണം. UDF ഭരണകാലത്ത് ആരോപണ വിധേയരായവരടക്കം ഉന്നതരുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച തെളിവെടുപ്പ് ഓണത്തിന് മുൻപ് പൂർത്തിയാക്കുമെന്ന് ജേക്കബ് തോമസ്. ചില പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ മന്ത്രിമാരെക്കാൾ സ്വത്ത് സമ്പാദിച്ചെന്നും വിജിലൻസ്. അതേസമയം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ K ബാബുവിനെതിരായ തെളിവുകൾ ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ. ബാബുവിന്റെയും അടുത്ത ബന്ധുക്കളുടെയും വീടുകളിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത പണവും രേഖകളുമാണ് അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത്. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,850 രൂപ, പവൻ 22,800 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 ശ്രീകുമാർ ചേരും. നമസ്കാരം.